Dear students, today we are going to study about installation of cost accounting system and the practical difficulties of installation of cost accounting system and remedies to overcome this practical limitation. First one, procedure or steps involved in the installation of cost accounting system. As already said, cost accounting system is a framework which is used by the organization to ascertain the cost of their product for the purpose of profit analysis, inventory valuation and cost control. അല്ലേ, ഒരു പ്രോഡക്റ്റിൻ്റെ അല്ലെങ്കിൽ സർവീസസിൻ്റെ കോസ്റ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഏതൊരു ഓർഗനൈസേഷൻ ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റത്തെയാണ് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം എന്ന് പറയുന്നത്. കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൻ്റെ പാർട്സ് എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. Then what are the procedure involved in the installation of cost accounting system? The first procedure is setting up of objective. Setting up of objective. That means objectives to be achieved through cost accounting system. Cost accounting system will be simple if the objective is only to determine the cost. But it will have to be elaborate if the objective is to have information which will help management in exercising control and taking decision. ഒരു കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ജസ്റ്റ് കോസ്റ്റ് കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമാണെങ്കിൽ അത് വളരെ ഈസി ആയിട്ടുള്ള അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ളൊരു സിസ്റ്റമാണ്. പക്ഷേ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സിമ്പിൾ കോസ്റ്റ് കാൽക്കുലേഷൻ മാത്രമല്ല, മാനേജ്മെൻറ്റിന് ആവശ്യമായ കോസ്റ്റ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക, ഡിസിഷൻ മേക്കിങ്ങിന് സഹായിക്കുക, ഇതൊക്കെയും അതിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവുകൾ തന്നെയാണ്. അപ്പോൾ എന്തൊക്കെയാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് ഡിറ്റർമിൻ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, സ്റ്റഡിയിങ് ദ എക്സിസ്റ്റിംഗ് ഓർഗനൈസേഷൻ ആൻഡ് ഇറ്റ്സ് റൂട്ടീൻ. ദെൻ in this connection, the point to be noted are nature of the business and of the operation and process carried on. എന്തൊക്കെ ബിസിനസ്സാണ്, എന്തൊക്കെ നാച്ചർ ഓഫ് ബിസിനസ്സാണ് നമ്മൾ ക്യാരി ഓൺ ചെയ്യുന്നത്, എന്തൊക്കെ ഓപ്പറേഷനാണ് നമ്മൾ പെർഫോം ചെയ്യുന്നത്. ദെൻ എക്സ്റ്റെൻറ്റ് ഓഫ് റെസ്പോൺസിബിലിറ്റി ആൻഡ് അതോറിറ്റി അറ്റാച്ച്ഡ് ടു വാരിയസ് ഫങ്ഷണറീസ്. ഓരോ ഫംഗ്ഷനിലും എന്തൊക്കെ റെസ്പോൺസിബിലിറ്റിയും അതോറിറ്റിയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ദ ലേ ഔട്ട് ഓഫ് ദി ഫാക്ടറി വിത്ത് പർട്ടിക്കുലർ റെഫറൻസ് ടു ദി മാനുഫാക്ചറിങ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. ദ മെത്തേഡ്സ് ഓഫ് ഡീലിംഗ് വിത്ത് വേസ്റ്റേജ് ഓഫ് മെറ്റീരിയൽസ്. ദ സിസ്റ്റം ഓഫ് ടൈം റെക്കോർഡിംഗ്. ഓൾ ദീസ് ഷുഡ് ബി കൺസിഡേർഡ് ഓർ ഓൾ ദീസ് ഷുഡ് ബി സ്റ്റഡീഡ്. ഈ പോയിൻ്റ് എല്ലാം കൺസിഡർ ചെയ്യണം. വേസ്റ്റ് മെറ്റീരിയൽ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, ദെൻ നമ്മുടെ ഫിക്സഡ്, സെമി വാരിയബിൾ ആൻഡ് വാരിയബിൾ ഓവർഹെഡുകൾ എങ്ങനെയാണ് എക്സിസ്റ്റിംഗ് ഓർഗനൈസേഷൻ ട്രീറ്റ് ചെയ്യുന്നത്, അങ്ങനെയുള്ള എല്ലാ പോയിൻറ്റും എന്ത് ചെയ്യുക, സ്റ്റഡി ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ദ തേർഡ് വൺ ഈസ് ഡിസൈഡിങ് ദ സ്ട്രക്ചർ ഓഫ് കോസ്റ്റ് അക്കൗണ്ട്സ്. What system of cost accounting is suitable and the extent of details required can be decided after a thorough study of the manufacturing process and their ancillary services. നമ്മൾ ഫോളോ ചെയ്യുന്ന, നമ്മുടെ ഓർഗനൈസേഷൻ ഫോളോ ചെയ്യുന്ന മാനുഫാക്ചറിങ് പ്രോസസ്സ് എന്താണെന്ന് സ്റ്റഡി ചെയ്തതിന് ശേഷം അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള കോസ്റ്റ് അക്കൗണ്ട്സ് അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടിൻ്റെ സ്ട്രക്ചർ ഏതാണ് എന്ന് ഡിസൈഡ് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ, മാനുഫാക്ചറിങ് സ്ട്രക്ചർ നോക്കണം. അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യാൻ. The designing of the system should be such that there is a gradual build-up of the cost at each significant stage of production as the product proceeds to കംപ്ലീഷൻ. ഓരോ സ്റ്റേജ് ആയിട്ടാണ് നമ്മൾ ഈ കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം എന്ത് ചെയ്യേണ്ടത്, ഡെവലപ്പ് ചെയ്യേണ്ടത്. ദെൻ ഫോർത്ത് വൺ, ഡിറ്റർമിനിങ് ദ കോസ്റ്റ് റേറ്റ്. This entails a thorough study of factory condition and decisions are to be made about classification of cost into direct and indirect, grouping of indirect cost into production, selling, administration, etc., treatment of waste of all kinds, methods of pricing issue, methods of recovering overheads and calculation of overhead rates. ഇതിലെന്താണ്, ഈ സ്റ്റേജിൽ എന്താണ് നടത്തുന്നത്, നമ്മൾ ഫാക്ടറി കണ്ടീഷനെ കുറിച്ച്
തറോ ആയിട്ട് സ്റ്റഡി ചെയ്യുകയും നമ്മുടെ കോസ്റ്റുകളെ എങ്ങനെയാണ് ഡയറക്റ്റ് കോസ്റ്റ് എന്നും ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്നും ക്ലാസിഫൈ ചെയ്യുന്നതെന്ന് പഠിക്കുകയും ഇൻഡയറക്റ്റ് കോസ്റ്റിനെ വീണ്ടും എങ്ങനെയാണ് സെല്ലിംഗ് ഓവർ ഹെഡായിട്ടും അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡായിട്ടും പ്രൊഡക്ഷൻ ഓവർ ഹെഡായിട്ടും മാറ്റുന്നതെന്നും വേസ്റ്റുകളെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്നും ഫൈനലി ഇതിൻ്റെ ഓരോന്നിൻ്റെയും റേറ്റ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുകയും ചെയ്യുന്ന സ്റ്റെപ്പാണ് ഡിറ്റർമിനിങ് കോസ്റ്റ് റേറ്റ്. ദെൻ ഫിഫ്ത്ത് വൺ, ഇൻട്രൊഡ്യൂസിങ് ദ സിസ്റ്റം. No costing system can be expected to function effectively unless cooperation of all the officials should be obtained. നമ്മുടെ കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എല്ലാ ഒഫീഷ്യൽസിൻ്റെയും കോപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കോസ്റ്റിംഗ് സിസ്റ്റം എഫക്റ്റീവായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ബിഫോർ ദ സിസ്റ്റം ഈസ് പുട്ട് ഇൻ ടു എഫക്റ്റ്, ദ ഇംപ്ലിക്കേഷൻ ഓഫ് ദ സിസ്റ്റം ഷുഡ് ബി explained to all, indicating to them the benefits that will acquire to each and to the business as a whole. ഈ ഒരു സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ സിസ്റ്റം കൊണ്ട് ഓരോരുത്തർക്കും കിട്ടുന്ന ബെനിഫിറ്റ് എത്രയാണ്, നമ്മുടെ ഓർഗനൈസേഷൻ ഹോളായിട്ട് കിട്ടുന്ന ബെനിഫിറ്റ് എത്രയാണ് എന്ന് എന്ത് ചെയ്തിരിക്കണം, എക്സ്പ്ലെയിൻ ചെയ്തിരിക്കണം. However, complete the system is it should be introduced only by stage and the existing routine and practices should be utilized unless there are good grounds to supersede them. എന്താണ് ഈ ഒരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. ഈ ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത് സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരു എക്സിസ്റ്റിംഗ് സിസ്റ്റം ഉണ്ട്, നമ്മൾ കോസ്റ്റിങ്ങിനെ ട്രീറ്റ് ചെയ്തിരുന്ന ഒരു എക്സിസ്റ്റിംഗ് സിസ്റ്റം ഉണ്ട്. ആ ഒരു എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിനെ ഗ്രാജുവലായിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, റിമൂവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു എക്സിസ്റ്റിംഗ് കോസ്റ്റിംഗ് സിസ്റ്റത്തെ ഗ്രാജുവലായിട്ട് റിമൂവ് ചെയ്തുകൊണ്ട് ഒരു പുതിയ കോസ്റ്റിംഗ് സിസ്റ്റം നമ്മൾ എന്ത് ചെയ്യണം, ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ദെൻ സിക്സ്ത് വൺ, ഓർഗനൈസിങ് ദി കോസ്റ്റ് ഓഫീസ് or cost department. It is always better that the cost office is situated adjacent to the factory so that delay in routing out documents or in clearing up discrepancies and doubts is avoided. The costing staff must be allowed to have access to the works if they are to perform their duties properly. എന്താണ് ഈ ഒരു കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത് എപ്പോഴും എവിടെയായിരിക്കണം, ഈ നമ്മുടെ ഫാക്ടറിയുടെ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ ഏറ്റവും അടുത്തായിരിക്കണം. എങ്കിൽ മാത്രമേ ഈ പറയുന്ന ഡോക്യുമെൻറ്റേഷനും അതേപോലെ ഡൗട്ടുകളൊക്കെ വളരെ പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ സാധിക്കുള്ളൂ. അതേപോലെ തന്നെ കോസ്റ്റിംഗ് സ്റ്റാഫിന് എല്ലാ വർക്കിലേക്കും എന്ത് പ്രൊവൈഡ് ചെയ്യണം, ആക്സസ് പ്രൊവൈഡ് ചെയ്യണം. ദെൻ ദ സൈസ് ഓഫ് ദ സ്റ്റാഫ് ഇൻ ദ കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഷുഡ് ബി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വോളിയം ഓഫ് വർക്ക് ഇൻവോൾവ്ഡ് ഇൻ the system. The costing organization is not worth its existence if it cannot present figure with speed and accuracy and observe simplicity in the presentation of the results. എന്താണ് കോസ്റ്റിംഗ് എന്ന് പറയുന്ന സിസ്റ്റം എപ്പോഴും വളരെ സ്പീഡായിട്ടും ആക്യുറേറ്റ് ആയിട്ടും ഇൻഫോർമേഷൻ എന്ത് ചെയ്യാൻ സാധിക്കണം, പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കണം. അങ്ങനെ പ്രസൻറ്റ് ചെയ്താൽ മാത്രമേ ഈ ഒരു ഓർഗനൈസേഷൻ, ഈ ഒരു സിസ്റ്റം കൊണ്ട് നമ്മുടെ ഓർഗനൈസേഷൻ എന്തുണ്ടാവുന്നുള്ളൂ, ബെനിഫിറ്റ് ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള സ്റ്റാഫുകളെ ആയിരിക്കണം, ആ ഒരു നമ്പർ അനുസരിച്ചുള്ള സ്റ്റാഫുകളെ ആയിരിക്കണം കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ അപ്പോയിൻറ്റ് ചെയ്യേണ്ടതും. ആ ഒരു സ്റ്റാഫുകളെ വെച്ചുകൊണ്ടാണ് കോസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓർഗനൈസ് ചെയ്യേണ്ടത്. ദെൻ സെവൻത്ത് വൺ, റിലേഷൻഷിപ്പ് ഓഫ് കോസ്റ്റ് ഓഫീസ് ടു അതർ ഡിപ്പാർട്ട്മെൻറ്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഈ ഒരു കോസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരിക്കലും എന്താ പറയുക, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അല്ല. അങ്ങനെ പറഞ്ഞുകൂടാ, ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ പോലും മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളുടെ കോപ്പറേഷൻ കൂടിയാൽ മാത്രമേ ഈ ഒരു കോസ്റ്റ് സിസ്റ്റത്തിന് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, എസ്റ്റാബ്ലിഷ് ചെയ്യാൻ, നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. ദ കോസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഷുഡ് ബി ഫങ്ഷൻ ഇൻഡിപെൻഡൻ്റ്ലി. The cost accountant being made directly responsible to the general manager or managing director. The costing system should be designed to serve management at all levels. എന്താണ് കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ പോലും ഈ കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാ ഓർഗനൈസേഷൻ്റെയും അല്ലെങ്കിൽ ഓൾ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ ഇൻഫർമേഷൻ റിക്വയർമെൻറ്റ് എന്ത് ചെയ്യേണ്ടതുണ്ട്, മീറ്റ് ചെയ്യേണ്ടതുണ്ട്. സോ ദി കോസ്റ്റ് ഹെഡ് ഓർ കോസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്
department head must know and understand the problem faced in the process of production and try to translate them into financial implications so that the correct decision may be taken. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും മാത്രമല്ല, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്താണെന്ന് മനസ്സിലാക്കുകയും അവരുമായിട്ടൊരു ഗുഡ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കുകയും ചെയ്താൽ മാത്രമേ ഈ ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം കറക്റ്റായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആൻഡ് ഫൈനലി, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഷുഡ് ബി ക്ലിയർലി ഡിഫൈൻഡ് ഇഫ് ദ കോസ്റ്റിംഗ് സിസ്റ്റം ഈസ് ടു ബി സക്സസ്ഫുൾ. അല്ലേ, കോസ്റ്റിംഗ് സിസ്റ്റം സക്സസ്ഫുൾ ആവണമെങ്കിൽ ഓരോരുത്തരുടെയും ഓരോ കോസ്റ്റ് സ്റ്റാഫിൻ്റെയും അതോറിറ്റി റെസ്പോൺസിബിലിറ്റി ക്ലിയർ ആയിട്ട് എന്ത് ചെയ്തിരിക്കണം, ഡിഫൈൻ ചെയ്തിരിക്കണം. ദെയർഫോർ ദർ ഷുഡ് ബി നോ ആംബിഗ്വിറ്റി, എവറിത്തിങ് ഷുഡ് ബി ക്ലിയർ. അവിടെ ഒരു കൺഫ്യൂഷനും ഉണ്ടാവരുത്. These are the important steps or procedure involved in the installation of cost accounting system. The next topic is practical difficulties in the installation of cost accounting system. These are the practical difficulties in the installation of cost accounting system. First one, lack of support from the top management. In most of the case, the cost accounting system is introduced without the support of top management in all the functional areas. Even managing director or chairman often introduce such system without consulting the departmental heads. എന്താണ്, ടോപ്പ് മാനേജ്മെൻറ്റിനെ കൺസൾട്ട് ചെയ്യാതെയാണ് മിക്ക ഫങ്ഷണൽ ഏരിയസിലും എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓരോ ഫങ്ഷണൽ ഹെഡിനെയും ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡിനെയും ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡിനെ പോലും കൺസൾട്ട് ചെയ്യാതെയാണ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഈ പറയുന്ന മാനേജിങ് ഡയറക്ടർ അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഈ സിസ്റ്റം എന്ത് ചെയ്യുന്നത്, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. The departmental managers treat it as an interference in their work by person involved in the costing system. Thus, it creates fear in the mind of departmental managers as they treat the system as a device to check their activities. അതുകൊണ്ട് തന്നെ ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ്സിന് അവരുടെ വർക്ക് ചെക്ക് ചെയ്യാനുള്ള ഒരു സിസ്റ്റമായിട്ട് മാത്രമേ എന്തിനെ കൺസിഡർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ, കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റത്തെ കൺസിഡർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതാണ് വേറൊരു പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, ഈ ഒരു ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ സപ്പോർട്ടില്ല എന്നുള്ളത്. ദെൻ സെക്കൻഡ് വൺ, റെസിസ്റ്റൻസ് ഫ്രം ദ എക്സിസ്റ്റിംഗ് അക്കൗണ്ടിങ് സ്റ്റാഫ്. Whenever a new system is introduced, resistance is natural, as the existing staff may feel that they would lose their importance and may be unsure of their position in the organization. അല്ലേ, നമുക്കറിയാം ഒരു പുതിയ സിസ്റ്റം വന്നു കഴിയുമ്പോൾ എപ്പോഴും അവിടെ എന്തുണ്ടായിരിക്കും, ഒരു എതിർപ്പുണ്ടായിരിക്കും, ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും. കാരണം എന്താണ്, എക്സിസ്റ്റിംഗ് സ്റ്റാഫിന് അവരുടെ ഇമ്പോർട്ടൻസ് നഷ്ടപ്പെടും, അല്ലെങ്കിൽ അവരുടെ ഓർഗനൈസേഷൻ്റെ പൊസിഷൻ ഇല്ലാതെയാവും എന്നുള്ളൊരു പേടി വരും. അതുകൊണ്ടാണ് ഈ ഒരു പുതിയ സിസ്റ്റത്തെ ഇവരെന്ത് ചെയ്യുന്നത്, എക്സിസ്റ്റിംഗ് സ്റ്റാഫ് റെസിസ്റ്റ് ചെയ്യുന്നത്. ദെൻ ദ തേർഡ് വൺ, നോൺ കോപ്പറേഷൻ അറ്റ് അതർ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ. The foreman, supervisor and other staff may also resist the introduction of new സിസ്റ്റം. എന്താണ്, മറ്റുള്ള ആളുകളും ഫോർമാൻ, സൂപ്പർവൈസർ അങ്ങനെയുള്ള മറ്റുള്ളവരും ഈ ഒരു പുതിയ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് എന്ത് ചെയ്യുന്നു, റെസിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് വേറൊരു പ്രോബ്ലം എന്ന് പറയുന്നത്. ദെൻ ഫോർത്ത് വൺ, ഷോർട്ടേജ് ഓഫ് ട്രെയിൻഡ് സ്റ്റാഫ്. There may be shortage of cost accountants to handle the works of cost analysis, cost control and cost reduction. The work of costing department cannot be handled without the availability of trained staff. അല്ലേ, ഒരു കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് കോസ്റ്റ് അനാലിസിസ് നടത്തുക, കോസ്റ്റ് കൺട്രോൾ ചെയ്യുക, അത് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റീവ് ഒന്നും ഒരിക്കലും ഒരു ട്രെയിൻഡ് അല്ലാത്ത വ്യക്തിക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫ് ആവശ്യമാണ്. പക്ഷേ ഇങ്ങനെയുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫ് എന്ന് പറയുന്നത് എന്താണ്, കുറവാണ്. അതാണ് വേറൊരു പ്രോബ്ലം എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് വൺ, ഹെവി കോസ്റ്റ് ഓഫ് ഓപ്പറേറ്റിംഗ് ദ സിസ്റ്റം. The cost of operating a system may be heavy unless the costing system is properly designed according to the requirements of each case specially. The system may be able to provide information which is required by all levels of management. It may involve additional paperwork. Thus, the operation cost of the system will be heavy. എന്താണ്, ഈ ഒരു
കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം എന്ന് പറയുന്നത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനെയും സ്പെഷ്യൽ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് ഡിസൈൻ ചെയ്യുകയും ആ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ആവശ്യമായ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് എന്തായി മാറുന്നു? ഹെവിയായി മാറുന്നു. എപ്പോഴാണ് ഒരു സിസ്റ്റം ഇക്കണോമിക്കൽ എന്ന് പറയുന്നത്? അതിൽ നിന്ന് കിട്ടുന്ന കോസ്റ്റ് അതിൻ്റെ കോസ്റ്റ് എന്തിനേക്കാൾ കുറവായിരിക്കണം? ബെനിഫിറ്റിനേക്കാൾ കുറവായിരിക്കണം. അപ്പോൾ ഇവിടെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ആവശ്യമായ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഈ ഒരു കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഇൻസ്റ്റലേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താവുന്നു? ഹെവി ആവുന്നു എന്നുള്ളതാണ്. ദീസ് ആർ ദി പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ഇൻ ദ ഇൻസ്റ്റലേഷൻ ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം. ആൻഡ് ലാസ്റ്റ്, steps to overcome these practical difficulties. The first one is support from the top management. Before the installation or operation of costing system, there must be firm commitment to the system on the part of top management. This will create cost conscious and interest in cost improvement among technical production and top management. First remedy എന്ന് പറയുന്നത് എന്താണ്? ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ സപ്പോർട്ട് നേടുക എന്നുള്ളതാണ്. ദ സെക്കൻഡ് വൺ, എക്സ്പ്ലെയിൻ ദ യൂട്ടിലിറ്റി ഓഫ് ദ സിസ്റ്റം ടു ദി എക്സിസ്റ്റിംഗ് സ്റ്റാഫ്. നമ്മൾ പറഞ്ഞു എക്സിസ്റ്റിംഗ് സ്റ്റാഫുകളൊക്കെ അതിനെ എന്ത് ചെയ്യും? റെസിസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ദ എക്സിസ്റ്റിംഗ് അക്കൗണ്ടിംഗ് സ്റ്റാഫ് ഷുഡ് ബി ഇംപ്രസ്ഡ് അബൌട്ട് ദ നീഡ് ടു സപ്ലിമെൻറ്റ് ദ എക്സിസ്റ്റിംഗ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് സിസ്റ്റം. ഇറ്റ് വിൽ ബ്രോഡൻ ദ ജോബ് ഓഫ് അക്കൗണ്ടൻറ്റ് ആൻഡ് വിൽ ക്രിയേറ്റ് ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദ അക്കൗണ്ടിംഗ് സ്റ്റാഫ്. എന്താണ്? ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലേക്ക്, ആ സിസ്റ്റത്തിലേക്ക് ഒരു പുതിയ സിസ്റ്റം കൂടി സപ്ലിമെൻറ്റ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അവരെ പറഞ്ഞു മനസ്സിലാക്കുക. അതുപോലെ തന്നെ അവർക്ക് പുതിയ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുവെന്നും അവരുടെ ജോബ് കുറച്ചുകൂടി ബ്രോഡ് ആവുന്നു എന്ന രീതിയിൽ ആ ഒരു യൂട്ടിലിറ്റി എക്സിസ്റ്റ് സ്റ്റാഫിനെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ആൻഡ് ദ തേർഡ് വൺ ഈസ് വർക്കേഴ്സ് കോൺഫിഡൻസ് ഫോർ കോപ്പറേഷൻ. വർക്കേഴ്സിൻ്റെ കോൺഫിഡൻസ് എൻഷുർ ചെയ്യുക എന്നുള്ളതാണ്. ദ വേരിയസ് എംപ്ലോയീസ് മസ്റ്റ് ബി പ്രോപ്പർലി എഡ്യൂക്കേറ്റഡ് റിഗാർഡിംഗ് ദ ബെനിഫിറ്റ് വിച്ച് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ഫ്രം സച്ച് system. Workers' confidence should be gained in the system to get their cooperation before steps are taken to put the system in പ്രാക്ടീസ്. എന്താണ്? ആ ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നേരത്തെ പറഞ്ഞ ഫോർമാൻ, സൂപ്പർവൈസർ അങ്ങനെയുള്ള വർക്കേഴ്സിനൊക്കെ ഈ ഒരു സിസ്റ്റത്തിൽ കൊണ്ടുണ്ടാകുന്ന ബെനിഫിറ്റിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? അവരെ എഡ്യൂക്കേറ്റ് ചെയ്യണം. അങ്ങനെ എഡ്യൂക്കേറ്റ് ചെയ്താൽ മാത്രമേ വർക്കേഴ്സ് അതിൽ കോൺഫിഡൻ്റ് ആവുകയും അവരുടെ കോപ്പറേഷൻ കിട്ടുകയും ചെയ്യുകയുള്ളൂ. ദെൻ ദ ഫോർത്ത് വൺ, ട്രെയിനിങ് ഓഫ് എക്സിസ്റ്റിംഗ് അക്കൗണ്ടിങ് സ്റ്റാഫ്. ദ എക്സിസ്റ്റിംഗ് accounting staff working in the accounts department must be proper trained in costing method and techniques with the help of Institute of Cost and Work Accountant of India, Calcutta. എന്താണ്? ഈ ഒരു ICWAയുടെ സഹായത്തോടു കൂടി എക്സിസ്റ്റിംഗ് അക്കൗണ്ടിങ് സ്റ്റാഫിനെ കോസ്റ്റ് അക്കൗണ്ടിങ് മെത്തേഡുകൾ എന്തൊക്കെയാണെന്നും അതിൻ്റെ ടെക്നിക്സ് എന്തൊക്കെയാണെന്നതിനെക്കുറിച്ച് എന്ത് കൊടുക്കുക? ട്രെയിനിങ് കൊടുക്കുക. അപ്പോൾ ആ ഒരു ലാക്ക് ഓഫ് ട്രെയിൻഡ് സ്റ്റാഫ് എന്നുള്ള ഒരു പ്രോബ്ലം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? സോൾവ് ചെയ്യാൻ സാധിക്കും. ദെൻ നെക്സ്റ്റ് വൺ, കോസ്റ്റ് സിസ്റ്റം അക്കോർഡിംഗ് ടു സ്പെസിഫിക് റിക്വയർമെൻറ്റ്സ് ഓഫ് ദി കൺസേൺ. The system should be installed and operated according to the requirements of specific case, so that it may not entail heavy cost on the concern. It should avoid additional unnecessary work as far as possible. The system, when installed and operated, will provide many benefits to the concern as compared to the cost and prove beneficial to the concern. നമ്മളിത് നേരത്തെ പറഞ്ഞു, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും റിക്വയർമെൻറ്റ്സ് അനുസരിച്ചിട്ട് വേണം നമ്മൾ എന്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ? കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് വെച്ചുകൊണ്ട് നമുക്ക് കോസ്റ്റിനെ എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ? ജസ്റ്റിഫൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ദെൻ ദ ലാസ്റ്റ് വൺ, പ്രോപ്പർ സൂപ്പർവിഷൻ. There should be proper supervision after installation and continuous efforts on the part of the cost accountant to make the system successful and to achieve the desired goal of cost ascertainment, cost presentation and cost കൺട്രോൾ. ഫൈനലി എന്താണ്? ഈ ഒരു സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ
ഈ ഒരു കോസ്റ്റ് അക്കൗണ്ടൻസ് അല്ലെങ്കിൽ കോസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാഫ് ഇതിന് ഈ ഒരു സിസ്റ്റത്തെ എപ്പോഴും സൂപ്പർവൈസ് ചെയ്യുകയും അതിന് ഡിസൈഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നുണ്ട്. എന്താണ് ഡിസൈഡ് ഒബ്ജക്റ്റീവ്? കോസ്റ്റ് അസർട്ടൈൻമെൻറ്റ്, കോസ്റ്റ് പ്രസൻറ്റേഷൻ ആൻഡ് കോസ്റ്റ് കൺട്രോൾ. ആ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്ന് പ്രോപ്പറായിട്ട് സൂപ്പർവൈസ് ചെയ്യുക എന്നുള്ളതാണ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ദെൻ ഇത്രയും സ്റ്റെപ്പുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് എന്ത് ചെയ്യാൻ സാധിക്കും? ഓവർകം ചെയ്യാൻ സാധിക്കും. ഓക്കെ, താങ്ക് യു.